ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഹോം മെയ്ഡ് കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഒരുപാട് സ്വീറ്റ് റെസിപ്പികളിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണിത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്ക് റെഡിയാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് 2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അടി കട്ടിയുള്ള ഒരു പാനായിരിക്കണം. ഇനി ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 2 കപ്പ് പാലിലേക്ക് 1 കപ്പ് പഞ്ചസാരയാണ്. ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. ഇനി നമുക്ക് ഗ്യാസ് കത്തിക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇത് തിളപ്പിച്ചെടുക്കാം. പാല് നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കണം. പിന്നെ കണ്ടൻസ്ഡ് മിൽക്ക് റെഡിയാക്കാനായിട്ട് ഫുൾ ഫാറ്റ് മിൽക്കായിരിക്കണം എടുക്കേണ്ടത്. ഇതുപോലെ ഒന്ന് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഇപ്പോൾ പാല് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. പാല് തിളച്ച് വന്നതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് കുറുക്കിയെടുക്കാൻ. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ അടിക്ക് പിടിച്ചു പോവും. അതുകൊണ്ട് ഇത് ഇളക്കി കൊടുത്ത് തന്നെ നമുക്ക് കുറുക്കിയെടുക്കാം. പിന്നെ കണ്ടൻസ്ഡ് മിൽക്ക് റെഡിയാക്കാനായിട്ട് പാത്രം എടുക്കുമ്പോൾ അടി കട്ടിയുള്ളതും കുറച്ച് വലിപ്പമുള്ള പാത്രം എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. പാല് തിളച്ച് പുറത്തൊന്നും പോകാത്ത രീതിയിലുള്ള പാത്രം എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇപ്പം നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്ക് കളറൊക്കെ മാറി ഒന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് കുറുകി വരണം. അപ്പോൾ നമുക്ക് ഇളക്കിക്കൊണ്ടേ ഇരിക്കാം. ഞാൻ ഇടയ്ക്ക് തീ കൂട്ടി കൊടുക്കുകയും കുറച്ച് കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് ഇത് വേണ്ടത്. തണുത്ത് കഴിയുമ്പോൾ ഒന്നുകൂടെ തിക്കായിട്ട് വരും. ഇത് റെഡി ആയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ സ്പൂണിൽ ഒരു വര വരച്ച് കൊടുത്താൽ മതി ഇതുപോലെ. അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒലിച്ച് വരുന്നില്ലെങ്കിൽ ഇത് റെഡി ആയിട്ടുണ്ട്. ആ വര അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ടെങ്കിൽ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി തീ ഓഫ് ചെയ്ത് വെക്കാം. ഇനി ഇത് ചൂടോട് കൂടി തന്നെ നമ്മൾ ഏത് പാത്രത്തിലാണ് സൂക്ഷിച്ച് വെക്കുന്നത് അതിലേക്ക് മാറ്റാം. തണുത്ത് കഴിയുമ്പോൾ ഇത് കട്ടിയായിട്ട് വരും. അപ്പോൾ മാറ്റാൻ പ്രയാസമായിരിക്കും. അപ്പോൾ ഞാനിതൊരു ഗ്ലാസ് ജാറിലേക്ക് മാറ്റാണ്. ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് അടച്ചു വെക്കാം. ഈ ഒരളവിലാണ് ഇപ്പോൾ നമുക്ക് കണ്ടൻസ്ഡ് മിൽക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത് നന്നായി തണുത്തിട്ടുണ്ട്. ഇത് നമുക്ക് അടച്ചു വെച്ച് സൂക്ഷിക്കാം. 1 മാസം നമുക്ക് ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഇപ്പോൾ നമ്മുടെ ഹോം മെയ്ഡ് കണ്ടൻസ്ഡ് മിൽക്ക് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്